ഹലോ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന SLC മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ ആണ് ചർച്ച ചെയ്യുന്നത്. പൊതുവെ എല്ലാ കുട്ടികൾക്കും വളരെ ടഫായിരുന്നു എക്സാം എന്ന് അറിഞ്ഞു. ആരും പേടിക്കേണ്ട, പബ്ലിക് എക്സാമിന് വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. ഹിന്ദി മഞ്ച് ഇതിന് വേണ്ടിയിട്ട് ഒരു നിവേദനമൊക്കെ അയച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിന്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാവും നിങ്ങൾക്ക് വരിക. എങ്കിലും ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും? ഒരുപാട് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള പാഠത്തിൽ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ ബീർ ബഹുട്ടി എന്ന പാഠത്തിലെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ബാദൽ ബഹുത്ത് ബരസ് ലിയേ ദേ फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. പേടം കെ തന്നെ അബി ബി ഗീലേതേ. നമ്മുടെ ബീർ ബഹുട്ടി എന്ന പാഠത്തിലെ ഫസ്റ്റത്തെ പാരഗ്രാഫിലുള്ളതാണ് ഇത് അല്ലേ. അതായത് കാർമേഘങ്ങളൊക്കെ വന്നപ്പോൾ മഴ പെയ്യുകയും അവിടെ ബീർ ബഹുട്ടികളൊക്കെ കാണാവുന്നതും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാദ കിൻമേം. എവിടെയാണ് ഒരുപാട് വെള്ളം അങ്ങനെ ശേഷിച്ചു നിന്നത്? ആൻസർ ബാദലോമേ. നമ്മുടെ ഫസ്റ്റത്തെ സെൻറ്റൻസ് നോക്കൂ. ബാദൽ ബഹുത്ത് ബരസ് ലിയേദേ ഫിർ ബി ബഹുത് സാരാ പാനി ഉന്മേം ബച്ചാ ഹുവാദ. അപ്പോൾ ഉന്മേം അതിൽ നിറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അതിൽ എന്താണ്? ബാദൽ. അപ്പോൾ നിങ്ങളുടെ പാസേജ് നന്നായി വായിച്ചാലാണ് ഓരോന്നിനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഉന്മേമേ നിഹിത് സർവനാം കോൺസാഹേ. ഉന്മേം എന്നതിൻ്റെ സർവനാം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. യഹ്, വഹ്, യേ, വേ. ആൻസർ വേ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അബി അബി ഹുയി ബാരിഷ് കാ വർണ്ണൻ കഹാനിക്കാർ നെ കൈസെ കിയാ ഹേ. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും വരെ നിങ്ങൾ 1 മാർക്കിനും 2 മാർക്കിനുമുള്ള ക്വസ്റ്റ്യൻസ്, അത് 4 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായിരുന്നു നിങ്ങൾക്ക് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്നത്. പക്ഷേ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കിനും 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 3 മാർക്കിന് എഴുതുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മഴയേനെ കഹാനിക്കാർ, അതായത് കഥാകാരൻ വർണ്ണിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നമ്മുടെ പാസേജും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എഴുതാം. ആൻസർ നോക്കൂ. ആൻസർ ബാദൽ ബഹുത്ത് ബരസ് ലിയേദേ. കാരണം ഇതൊക്കെ പാസേജിലുള്ളതാണ്, അതാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. बादल बहुत बरस लिए थे फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं उधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध धुली हुई थी. അപ്പോൾ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ പാസേജ് മൊത്തം എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഉചിത വാക്യാംശ ചുനെ വാക്യോം കി പൂർത്തി കരേ. ഓപ്ഷൻസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പാനി സെ ഗീലേ ദേ, ബാദലോം സെ ഭരാ ഹുവാ ദാ, ബാദൽ ചായേ ഹുയേ ദേ, ചൽ രഹീ ദി, രംഗ് പീല ഹോത്താ ഹി. അപ്പോൾ ഇത് മാച്ച് ചെയ്യാനാണ് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഉചിതമായത് നേരെ നേരെ എഴുതണം. അപ്പോൾ ഈ ബോക്സിൽ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്? ഗേത്തോം കെ ഊപ്പർ. ഗേത്തോം കെ ഊപ്പർ എന്താണ്? ബാദൽ ചായേ ഹുയേ ദേ. ഗീലി ഹവായേ തണുത്ത കാറ്റ്. ചൽ രഹീദി. പേടോം കെ തന്നെ പാനി സെ ഗീലേതേ. അതായത് മരത്തിൻ്റെ തടി വെള്ളത്താൽ നനഞ്ഞിരുന്നു. അടുത്തത്. മൂക്ക്ഫലി കെ ഫൂൽ കാ രംഗ് പീല ഹോത്താ ഹേ. സാരാ ആസ്മാൻ ബാദലോം സെ ഭരാ ഹുവാ താ. അപ്പോൾ ഇതും വളരെ ഈസിയാണ് അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതും അതുപോലെ പാസേജിൽ തന്നിട്ടുള്ള വാക്കുകൾ സെൻറ്റൻസ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അടുത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ്. ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാദ പാടുക അംശു പടേ. 5 മുതൽ 8 വരെയുള്ള ക്വസ്റ്റിനെ ആൻസർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ പാസേജ് നന്നായി വായിക്കണം. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है.
और इसे भी हमारी मदद की ज़रूरत है. ये കവിത മനുഷ്യ को मनुष्य की तरह जानने की याद दिलाती है. അപ്പോൾ ആ കവിതയുടെ മെയിൻ പോയിന്റ്സ് ആണ് നമുക്ക് പാസേജിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കവി के अनुसार कविता को कैसे जानना चाहिए. കവി പറയുന്നതനുസരിച്ച് നമ്മൾ മനുഷ്യനെ എങ്ങനെയാണ് അറിയേണ്ടത്. നമ്മുടെ പാസേജിലെ ലാസ്റ്റ് സെൻറ്റൻസ് കണ്ടോ, മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനേക്ക് യാദ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എന്താണ് എഴുതേണ്ടത്, കവിക്ക് അനുസാർ മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാന ചാഹിയെ. അപ്പോൾ ആൻസറായി, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇതിൽ ശരിയായ 3 പ്രസ്താവനകൾ എടുത്തെഴുതാനാണ്. നമുക്ക് ടോട്ടൽ 5 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയുള്ളത് മാത്രം എഴുതിയാൽ മതി. ഒന്നാമത്തെ നോക്കാം, ഉസ്കി ഹതാശാക്കോ ജാന. അത് ശരിയാണ്. അടുത്ത് ഉസ്കി ജാതിക്കോ ജാന. അത് തെറ്റാണ്, ജാതി അറിയണമെന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത് ഉസ്കി മുസീബത്തുക്കോ ജാന. അതും ശരിയാണ്, അവൻ്റെ കഷ്ടപ്പാടുകളെ അറിയണം. മൂന്നാമത്തത് ഉസ്കി അസഹായതാക്കോ ജാന. അതും അറിയേണ്ടതാണ്. അടുത്തത് മൂന്നാമത്തത് ഉസ്കെ നാം പതേ ഔർ ഉമ്രക്കോ ജാന. അത് തെറ്റാണ്. ലാസ്റ്റ് 5-മത്തെന്താണ്, അവൻ്റെ പേരും അഡ്രസ്സും വയസ്സൊക്കെ അറിയണം. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ എൻ്റെ ആൻസർ ഏതൊക്കെയാണ് വരിക, ഉസ്കി അതാശക്കോ ജാന, ഉസ്കി മുസീബത്തുക്കോ ജാന, ഉസ്കി അസഹായതാക്കോ ജാന. അപ്പോൾ ഈ 3 അതിൽ. ഈ 3 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അടുത്തതാണ് വാക്യ പിരമിഡാണ്. വാക്യ പിരമിഡിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്തത് അതേ മോഡൽ തന്നെയാണ് വാക്യ പിരമിഡ് വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സടക്ക് പറഞ്ഞുണ്ട്, ഗായലുണ്ട്. ഈ 2 ഓപ്ഷൻസും നമ്മൾ ശരിയായ രീതിയിൽ ഈ പിരമിഡിൽ ചേർത്ത് എഴുതിയാൽ മതി. ഫസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഹംനെ ദേക്കാം, ഞങ്ങൾ കണ്ടു. രണ്ടാമത്തത് ഹംനെ ഏക് വ്യക്തിക്കോ ദേക്ക, ഞങ്ങളൊരു വ്യക്തിയെ കണ്ടു. ഇനി ഈ 2 വാക്കുകൾ ഇതിൽ ചേർക്കണം. അപ്പോൾ എന്താണ്, മൂന്നാമതിൽ ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഹംനെ എന്ന് കണ്ടോ, ഇതിൽ ഏറ്റവും മുകളിൽ ഹംനെ എന്നാണ് അല്ലേ, അതുപോലെ ഏറ്റവും ലാസ്റ്റ് ദേക്ക എന്നാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അടുത്തതും എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഹംനെ, പിന്നെ ഫസ്റ്റത്തെ വാക്ക് എന്താണ്, സടക്ക് പർ. ഫസ്റ്റത്തെയാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്, ഹംനെ സടക്ക് പർ. പിന്നെ ഇത് എഴുതി വയ്ക്കുക, ഏക് വ്യക്തിക്കോ ദേക്ക. അടുത്തതിൽ 4-മത്തെ എന്താണ്, ഹംനെ, വീണ്ടും ഹംനെ എന്ന് എഴുതുക, സടക്ക് പർ എന്ന് വീണ്ടും എഴുതുക, ഏക് ഘായൽ വ്യക്തിക്കോ ദേക്ക. അപ്പോൾ 2-മത്തെ വാക്ക് എന്താണ്, ഘായൽ. അപ്പോൾ ഏക് ഘായൽ വ്യക്തിക്കോ ദേക്ക. അപ്പോൾ ഇത് വളരെ ഈസി ആയിരുന്നു, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കാം, असहाय मनुष्य की सहायता करना ज़रूरी है. हताशा से एक व्यक्ति बैठ गया था. कविता के आधार पर टिप्पणी लिखे. ഈ പാഠത്തിന് ടിപ്പണിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളോട് ഞാൻ ഒരുപാട് വട്ടം പറയാറുണ്ട്, ടൂട്ടാ പഹിയയും അതുപോലെ നമ്മുടെ ഈ കവിതയുടെയും ടിപ്പണി പഠിച്ചു വെക്കണമെന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. പഹലെ സഹായത കരെ ഫിർ ജാൻകാരിയാൻ പ്രാപ്ത് കരെ. അതായത് ആദ്യം ആളെ അറിയാൻ ശ്രമിക്കുക, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത്. അതൊരു ഹെഡിങ് പോലെ കൊടുത്തിട്ടുള്ളതാണ്. അതായത് എന്താണ്, അസഹായ മനുഷ്യക്ക് സഹായത കർണ സരൂരി ഹെ എന്നൊരു വിഷയത്തെയാണ് ഇവിടെ ഈ പാഠവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ടിപ്പണി ചെയ്യുന്നത്. പിന്നീടുള്ള സെൻറ്റൻസ് മൊത്തം നമ്മുടെ ഈ കവിതയുടെ ടിപ്പണിയാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ്, ആദ്യത്തെ ഇൻട്രോ എന്ന് പറയുന്നത് ഈ കവിതേനെ കുറിച്ചിട്ട് എഴുതണം. എന്താണ്, അതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ था. हिंदी के प्रसिद्ध कवि विनोद कुमार शुक्ल की एक छोटी और चर्चित कविता है. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്, हताशा से एक व्यक्ति बैठ गया था. हिंदी के प्रसिद्ध कवि विनोद कुमार शुक्ल की एक छोटी और चर्चित कविता है. അപ്പോൾ എന്താണ്, കവിയെ കുറിച്ചും ആ കവിതയെ കുറിച്ചിട്ടും പറഞ്ഞു. പിന്നെ ഇസ് കവിത കെ ദ്വാര കവി പാഠകോ മേ മനുഷ്യത ഔർ അനുതാപ് കി ഭാവന ഭർനെ കാ പ്രയാസ് കർത്തെ ഹെ. ഈ കവിതയിലൂടെ കവി മനുഷ്യരിൻ്റെ ഉള്ളിൽ എന്താണ് പരസ്പരം സഹതാപവും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിറയ്ക്കാനാണ്, മനുഷ്യത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇൻട്രോ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ആശയമാണ് എഴുതേണ്ടത്. हमें अपनी ज़िंदगी में विभिन्न अवसरों में दूसरों की सहायता करने की आवश्यकता पड़ती है. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കേണ്ട ചില സാഹചര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. കവി കഹത്തെ ഹേ, എന്നിട്ട് പറയണ, കവി പറയുന്നു,
हमें किसी भी व्यक्ति की सहायता करते समय उसकी जानकारियाँ प्राप्त करने की ज़रूरत नहीं है। पहले हमें यह जानना है कि व्यक्ति मुसीबत में है और उसे सहायता की सख्त ज़रूरत है। कवि के अनुसार किसी व्यक्ति की सहायता करने के लिए उसके बारे में जानकारियाँ प्राप्त करने की आवश्यकता बिल्कुल नहीं है, बल्कि उसकी असहायता, निराശ, हताശ या संकट जानने काफ़ी है. അപ്പോൾ ഇതെല്ലാം എഴുതാൻ നമുക്ക് എന്തുപയോഗിക്കാം? ഇതെല്ലാം ഉപയോഗിക്കാൻ നമുക്ക് ഈ വാക്കുകളില്ലേ, സഹി, പ്രസ്താവ്, അതിലത്തെ ശരിയായിട്ടുള്ള 3 പ്രസ്താവനകളൊക്കെ ഇതിൽ ചേർക്കാം. പിന്നെ പാസേജ് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഈ പാസേജ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ ഇനി നമുക്കിതിനൊരു കൺക്ലൂഷൻ കൊടുക്കണം. കൺക്ലൂഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ പഠിച്ചു വെക്കണം. എന്ത്? ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനേ കി യാദ് ദിലാത്തി ഹെ. ഇത് നമ്മുടെ പാസേജിലുള്ളതാണ്. കവി के अनुसार दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाँ ज़रूरी नहीं है. यह കവിത बिल्कुल अच्छी और प्रासंगिक है. അപ്പോൾ അതെന്തായാലും എഴുതണത്, ഈ കവിത വളരെയധികം നല്ലതും പ്രാസംഗികവുമാണ്. ഈ കവിത ബിൽക്കുൽ അച്ചി ഔർ പ്രാസംഗിക് ഹെ. അപ്പോൾ ഇതിൻ്റെ ടിപ്പണി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 3 പാരഗ്രാഫായിട്ടാണ് എഴുതിയത്. ഒന്നാമത്തെ പാരഗ്രാഫിൽ കവിനെ കുറിച്ചും കവിതയെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് ഇൻട്രോ കൊടുക്കുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ പാസേജിൽ വെച്ചിട്ട് കുറച്ച് നമ്മുടേതായ രീതിയിലൊന്ന് കൂട്ടി എഴുതുക. പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ ആ മനുഷ്യത്തെ കുറിച്ചിട്ടും ഈ കവിത വളരെയധികം പ്രാസംഗികവും വളരെ നല്ലതാണെന്നും പറയുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളുടെ മാർക്കൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവില്ലേ? കാരണം ഹിന്ദി മാർക്ക് ഇടുമ്പോൾ ലിബറലായിട്ടാണ് മാർക്ക് ഇടുക. നിങ്ങൾക്ക് അക്ഷരത്തെറ്റിനോ അതുപോലെ ഗ്രാമർ മിസ്റ്റേക്കിനോ ഒന്നും മാർക്ക് കുറയ്ക്കില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്നെ അറിയിക്കുക, കമൻറ്റ് ഇടുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ മാർക്ക് കൂടി അറിയിച്ചാൽ വളരെയധികം സന്തോഷം. ഓക്കെ, അടുത്തത് ടൂട്ടാ പഹിയ കവിത കി യെ പങ്ക്തിയാം പടേ और 9 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ എന്താണ്, ആദ്യം നമുക്ക് വരികൾ കൊടുത്തിട്ടുണ്ട്. മേ രദ്ക ടൂട്ടാ ഹുവ, ആ വരികൾ കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ലേക്കിൻ മുജേ ഫേങ്കോ മത് കിസ്കോ, എന്നെ വലിച്ചെറിയരുത്, ആരെ? ഇവിടെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ടൂട്ടേ പഹിയേക്കോ, ഇതിഹാസ്കോ, സച്ചായിക്കോ, രദ്കോ. ആൻസർ ടൂട്ടേ പഹിയേക്കോ. അതെല്ലാവരും എഴുതിയിട്ടുണ്ടോ? ഇത് നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത് വിശേഷ ശബ്ദ കോൺസാ ഹേ. ടൂട്ടാ പഹിയുടെ വിശേഷ ശബ്ദം ഏതാണെന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ആൻസർ ടൂട്ട. അടുത്ത ക്വസ്റ്റ്യൻ, ടൂട്ടാ പഹിയ കിസ്കാ പ്രതിനിധിത്വ കർത്താ ഹേ സ്പഷ്ട് കരേ. അത് നിങ്ങളെന്താണ്, ഈ കവിത എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ട് എഴുതാനാണ്. ടിപ്പണി എഴുതുന്ന പോലെ എഴുതിയാൽ മതി. ഫസ്റ്റ് അപ്പോൾ എന്താണ്, ഒരു നമ്മുടെ കവിനെ കുറിച്ചും എന്താണ് ഈ കവിതയുടെ പേരിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിൽ പറയാം. എന്താണ്, ടൂട്ടാ പഹിയ हिंदी के प्रसिद्ध कवि धर्मवीर भारती की एक अच्छी कविता है. इस छोटी कविता में कवि एक टूटे पहिए के माध्यम से उपेक्षित और लघु मानव के महत्व पर बल देता है. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫിൽ കുരുക്ഷേത്രമേ അഭിമന്യു കി രക്ഷ. ഇതൊന്നും എഴുതിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കവിതയുടെ വരികൾ ജസ്റ്റ് സെൻറ്റൻസ് ആക്കി എഴുതിയാലും മതി. അതല്ലാത്തവർ നിങ്ങൾ മുന്നേ ഇതിൻ്റെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതാം. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം, ഈസ് കവിതാമേ ടൂട്ടാ പഹിയ സാധാരണ വ്യക്തി കാ ഉപേക്ഷിത് ആം ജനത കാ പ്രതിനിധിത്വ കർത്താ ഹേ. അതെല്ലാം കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് വാക്കുകളുടെ അർത്ഥമാണിത്. പ്രജാതന്ത്ര എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. മധ് എന്ന് പറഞ്ഞാൽ വോട്ട്. കരോഡ്പതി എന്ന് പറഞ്ഞാൽ കോടിപതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയാം കലാം കെ ബഹാനെ ഫിലിമി ലേഖക അംശ പടേ. 13 to 17 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം പാസേജ് നോക്കണം. ഇത് പാസേജിൽ കൊടുത്തിട്ടുള്ളത്, ഫിലിം മേ ഹമാരെ നായിക അസൽ നാം കലാം നഹീം ഹേ, ടാണി पर काम करने वाला और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. അതായത് നമ്മുടെ ഫിലിമിലെ യഥാർത്ഥ പേര് ചോട്ടുവിൻ്റെ പേര് കലാം എന്നല്ല, അവിടെയുള്ള ആളുകളൊക്കെ അവനെ ചോട്ടു എന്നാണ് വിളിക്കുന്നത്. ഉസ്കി മാം ജയ്സൽമേർ കെ കിസി സുദൂർ ദഹാത്ത് സെ ആക്കർ ഉസെ ബാട്ടി സാക്കി ചാക്കി ദടി പർ
काम करने के लिए छोड़ जाती है. അവൻ്റെ അമ്മ ജയ്സൽമേറിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഈ ബാട്ടിസായുടെ കടയിൽ കൊണ്ടാക്കുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട്. വഹ് അംഗ്രേസി തോ ക്യാ ഹിന്ദി ബി ടീക് സെ നഹീം ജാനത്തി. അവർ ഇംഗ്ലീഷ് പോയിട്ട് ഹിന്ദി പോലും ശരിക്കും അറിഞ്ഞിരുന്നില്ല. ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹീം ജീന ചാഹത്ത. പക്ഷെ ചോട്ടു ഒരിക്കലും വെറും ഒരു ചായക്കടക്കാരൻ ചോട്ടുമായിട്ട് ഇരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. വഹ് ഖുദ് ഹി അപ്നാ നാം കലാം രഖ് ലേത്ത. അവൻ സ്വയം തന്നെ തൻ്റെ പേര് കലാം എന്ന് ഇടുകയായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സഹി വാക്യ ചുൻകർ ലിഖിയെ. ഇതിൽ ശരിയായ വാക്യം എടുത്ത് എഴുതാൻ വേണ്ടത്. അപ്പോൾ 4 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കലാം ഠാണി പർ കാം കർത്തി ഹേ. ഇവിടെ കർത്തി ഹേ എന്നാണ് വന്നത്. ഇവിടെ കലാം എന്ന് പറഞ്ഞ പുല്ലിംഗമാണ്. അപ്പോൾ കർത്തി ഹേ എന്ന് വരില്ല, കാരണം സ്ത്രീലിംഗത്തിലാണ് ഇവിടെ കർത്തി എന്ന് വരിക. അടുത്ത് കലാം ഠാണി പർ കാം കർത്തി ഹേ, അതും തെറ്റാണ്. അടുത്ത് കലാം ഠാണി പർ കാം കർത്തി ഹും, അതും തെറ്റാണ്. കലാം ഠാണി പർ കാം കർത്താ ഹേ, അപ്പോൾ 4ാമത്തതാണ് ശരി. കലാം ഠാണി പർ കാം കർത്താ ഹേ. അപ്പോൾ ഇതും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, മാം കലാം കോ ചായക്ക് ദടി പർ ക്യോം ചോട് ജാത്തി ഹേ. അമ്മ എന്തിനാണ് കലാമിനെ ആ ചായക്കടയിൽ പണിക്ക് വേണ്ടി നിർത്തിയിട്ട് പോയത്? അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മുടെ പാസേജിലുണ്ട്. എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ജോലി ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ ബി, കാം കർണേ കെ ലിയെ. അടുത്ത ക്വസ്റ്റ്യൻ, ചോട്ടു ഖുദ് ഹി അപ്നാ നാം കലാം രഖ് ലേത്താ ഹേ ക്യോം. ചോട്ടു എന്തിനാണ് അവൻ്റെ പേര് കലാം എന്നിടാൻ കാരണം? അപ്പോൾ അതിൻ്റെ ആൻസറും കുറച്ചൊക്കെ നമ്മുടെ പാസേജിലുണ്ട്. അതും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതും കൂട്ടി എഴുതിയാൽ മതി. ഞാൻ ഇതൊന്ന് വായിച്ചു തരാം. ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹീ ജീന ചാഹത്ത. ചോട്ടു ഒരിക്കലും ചോട്ടുവായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വ ഖുദ് ഹി അപ്നാ നാം കലാം രഖ് ലേത്താ ഹേ. അവൻ സ്വയം അവൻ്റെ പേര് കലാം എന്നിട്ടു. ഈസ് നാമേ ഉസ്കി ആകാംക്ഷാവും കാ അക്സ് ഹേ. ആ പേരിൽ അവൻ്റെ ആകാംക്ഷകളാണ് നിറഞ്ഞിരുന്നത്. വഹ് ഖുദ് കലാം കെ ജയ്സ മഹാൻ ബന്ന ചാഹത്ത ഹേ. അവൻ സ്വയം കലാമിനെ പോലെ മഹാനാവാൻ ആഗ്രഹിക്കുന്നു. വഹ് ലഡ്ക ബഹുത്ത് ഗരീബ് തോ ഹേ. അവൻ വളരെ ദരിദ്രനാണ്. എങ്കിലും വഹ് സബീസെ ബാത്തേം കർത്ത ഹേ. എന്നാലും അവൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഉനക്ക് ഭാഷ സീഖ് ലേത്ത ഹേ. അവരിൽ നിന്ന് അവരുടെ ഭാഷ പഠിക്കുന്നുണ്ട്. ഖുദ് പഠായി ബി കർണ ചാഹത്ത. അവൻ സ്വയം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. സ്കൂൾ ജാനെ വാലെ ബച്ചോം കോ ദേഖ്ന ഉസെ ബഹുത്ത് പസന്ത് ഹേ. സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണാനും അവന് വളരെയധികം ഇഷ്ടമാണ്. രൺവിജയ് സെ ജോ ദോസ്തി ഹുയി ഉസ്കാ സദുപയോഗ് ബി വഹ് കർണ ചാഹത്ത ഹേ. എന്താണ്, രൺവിജയുമായിട്ട് അവൻ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി. അവനുമായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പും ഉണ്ടായി. ലൂസി മാഡം കി സഹായത സെ വഹ് അംഗ്രേസി ബി പഠിത്താ ഹേ. അങ്ങനെ ലൂസി മാഡത്തിൻ്റെ സഹായം കൊണ്ട് അവൻ ഇംഗ്ലീഷും പഠിക്കുന്നു, ഫ്രഞ്ചും പഠിക്കുന്നു. വഹ് കഹീം ബി കിതാബ് മിലെ ഉസ്കെ പ്രതി വിശേഷ തൽപരത ദിക്കാത്തെ ഹേ. വഹ് അപ്നാ നാം കലാം രഖ് ലേത്താ ഹേ ഔർ കലാം ജൈസ ബന്നാ ബി ചാഹത്താ ഹേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആ പാസേജൊക്കെ യൂസ് ചെയ്തിട്ട് കലാമിനെ കുറിച്ചിട്ടൊക്കെ എഴുതാം, മാർക്ക് കിട്ടും. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, കലാം കോ ചായ് കി ദടി पर छोड़कर जाने के प्रसंग पर माम और बाटीसा के बीच में क्या बातचीत हुई होगी കൽപ്പന करके लिखे. അപ്പോൾ ബാത്ചീത്താണ് ചോദിച്ചിട്ടുള്ളത്. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്. ആര് തമ്മിലുള്ളതാണ്? ബാട്ടീസായും കലാമിൻ്റെ അമ്മയും തമ്മിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സംഭാഷണം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു സംഭാഷണം വന്നതുകൊണ്ട് ആരും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പല തരത്തിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാർക്കും കിട്ടും. അപ്പോൾ എന്താണ്, ചോട്ടു കി മാം ബാട്ടീസാനെ വിളിക്കുന്നു. ചോട്ടുക്കി മാമും ബാട്ടീസായും തമ്മിലുള്ള ബാത്ചീത്ത് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോട്ടുക്കി മാം പറയാണ്, മേ മിസ് ലഡ്കേക്ക് മാം ഹും. ഞാൻ ഈ ആൺകുട്ടിയുടെ അമ്മയാണ്. ഇസെ ആപ്കി ദുക്കാൻ മേ കാം പാർ രഖനേക്ക് കൃപ കീജെ. ഇവനെ ഈ കടയിലൊന്ന് നിർത്താൻ അനുവദിക്കണം. അപ്പോൾ ബാട്ടിസ, ആപ് കഹാം സെ ആ രഹി ഹേ, ക്യാം കാം ജാൻതാ ഹേ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇവന് എന്ത് പണി അറിയാം? ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ കൂട്ടിച്ചേർത്താൽ മതി കേട്ടോ. പിന്നെ പാസേജിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ചോട്ടു കി മാം പറയാണ്, മേ ജയ്സൽമേർ കെ പാസ് വാലേക്ക് ഗാവ് സെ ആത്തി ഹൂം. ഞാൻ ജയ്സൽമേറിലെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ആപ് കോയി ബി കാം ദേ യഹ് അച്ചി തരു കരേങ്ക. നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല ജോലി കൊടുക്കൂ, അവ നല്ല രീതിയിൽ തന്നെ ചെയ്യും. മേം അപ്പനി ഗരീബി സെ ഇസ് ബച്ചേക്കോ ബച്ചാന ചാഹത്തി ഹൂം. ഞാൻ ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ആപ് മേരി മദത് കീജിയെ. താങ്കൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യൂ.
അപ്പോൾ ബാട്ടിസ मैं इसे कितने रुपये दे दूँ छोटा लड़का है ഞാനിവന് കിത്തനെ റുപ്പയെ ദേദൂം ഞാനിവന് എത്ര രൂപയാണ് കൊടുക്കേണ്ടത് ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അമ്മ ചോട്ടുക്ക് മാം പറയാണ് ആപ് കുച്ച് ബി ദീജിയെ നിങ്ങൾ എന്താണെങ്കിൽ കൊടുത്തോളൂ. ഇസെ അപ്പനെ പാസ് രഖ്നേക്ക് കൃപ കരേ പക്ഷേ നിങ്ങൾ ഇവനെ നിങ്ങളുടെ അടുത്ത് തന്നെ താമസിപ്പിക്കണം. അപ്പോൾ ബാട്ടിസ ടീക്ക് ശരി ഏക്ക് മഹീന ദേക്ക് ലേത്താഹും ഒരു മാസം ഞാനൊന്ന് നോക്കട്ടെ. ടീക്ക് ഹേ തോ അപ്പനെ പാസ് ഹി രഖ് ലൂങ്ക നല്ല രീതിയിലാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ തന്നെ ഇവനെ താമസിപ്പിക്കാം. ചോട്ടുക്ക് മാം ബഡി മദത് ഹോഗി സാഹബ വളരെ വലിയ ഒരു സഹായം തന്നെയാണ്. ബാട്ടിസ അന്തറാവോ ബേട്ട അകത്തേക്ക് പോകൂ. അപ്പനെ സാമാൻ രക്കിലോ സാധനങ്ങളൊക്കെ എടുത്തു വെക്കൂ. കാം ശുരു കരോ നമുക്ക് ജോലി തുടങ്ങാം. ചോട്ടുക്ക് മാം ധന്യവാദ് ജി നന്ദി. ബാട്ടിസ ടീക്ക് ഹേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാൻ കഴിയും. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് പ്രസംഗയ്ക്ക് ആധാർ പർ ചോട്ടു കി ഡയറി. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ആദ്യത്തെ ദിവസം ജോലിക്ക് പോയ ഈ ഒരു സന്ദർഭത്തിനെ കുറിച്ച് ചോട്ടു എഴുതിയ ഡയറിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡയറികൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഡയറിയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് മുകളിൽ താരീഖ് എഴുതുക. എന്നിട്ട് എഴുതാണ് ആജ് മേം അപ്പനി മാം കെ സാത്ത് ഗാവ് സെ ബാട്ടിസ കി ചായ് കി ദടി മേം ആയ. ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഗ്രാമത്തിലെ ബാട്ടിസായുടെ ചായക്കടയിലേക്ക് പോയി. മുജേ ചോട് കെ മേരി മാം ഗാവ് ചലി ഗയി. എന്നെ അവിടെ ആക്കിയിട്ട് എൻ്റെ അമ്മ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. മേരെ ഘർ കി ഗരീബിനെ മുജെ യഹാം പഹുഞ്ചായ. എൻ്റെ വീട്ടിലെ ദാരിദ്ര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ആകെ മുജെ ബാട്ടിസ കെ സാത്ത് രഹ്ന പടേങ്ക. ഇനി എനിക്ക് ബാട്ടിസയുടെ കൂടെ നിൽക്കേണ്ടി വരും. യഹാം കാം കർണ ബി പടേക. ഇവിടെ എനിക്ക് ജോലി ചെയ്യേണ്ടതായിട്ടും വരും. മേം അപ്പന നാം ബദൽന ചാഹത്താഹും. ഞാൻ എൻ്റെ പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നു. മേ രാഷ്ട്രപതി കലാം കോ ബഹുത്ത് പസന്ത് കർത്താഹും. ഞാൻ രാഷ്ട്രപതി കലാമിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. മേം ഉൻക ആദർ കർത്താഹു. ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. മേ ഉൻകെ ജയ്സെ മഹാൻ ബന്ന ചാഹത്താഹു. ഞാൻ അദ്ദേഹത്തെ പോലെ മഹാനാവാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ സബ്സെ പഹലെ പഠായി ഹോനി ചാഹിയെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി പഠിക്കേണ്ടതുണ്ട്. അന്യ ബച്ചോം കി തരഹ് സ്കൂൾ ജാക്കർ പഠായി കർണേക്ക അവസർ മുജെ കബ് മിലേഗ. മറ്റുള്ള കുട്ടികളെ പോലെ സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവസരം എനിക്ക് എന്ന് കിട്ടും. യദി ബാട്ടിസ മേരി സഹായത കരേഗെ തോ മേ കിസി ന കിസി തരഹ് ദോടാ പഠന ബി ചാഹത്ത. ഈ ബാട്ടിസ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മെല്ലെ മെല്ലെ പഠിക്കുകയും ചെയ്യും. ജോ ബി ഹോ മേ അപ്പന പ്രയാസ് ജാരി രഖൂങ്ക. എന്തു തന്നെയായാലും ഞാൻ എൻ്റെ കഷ്ടപ്പാടൊക്കെ നീക്കും. ആജ് കാ ദിൻ മേരി സിന്ദഗി മേ ഏക് അവിസ്മരണീയ ദിൻ ഹോഗ. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അപ്പോൾ ഇതാണ് ഡയറി. അപ്പോൾ ഡയറി ഈസി ആയിട്ട് നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സബ്സെ ബഡാ ഷോമാൻ ജീവനി കാ അംശ് പടേ ഔർ 18 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പാസേജ് വായിക്കുക. പാസേജിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജ് പർ പൈസം കി ബൗച്ചാർ ശുരു ചെയ്യും. സ്റ്റേജിൽ പൈസകൾ ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങി. അപ്പോൾ ചാർലി പാട്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു എന്ത് ഞാൻ ആദ്യം ഈ പൈസ ഞാൻ കളക്ട് ചെയ്യട്ടെ എന്നിട്ട് പാടാം. ഈ ബാത്തിനെ ഹാൾക്കോ ഹസീഗർമേ. ഈ കാര്യം ആ ഹാളിനെ ചിരി വീടായിട്ട് മാറ്റി. ഇതാണ് പാസേജ്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ് സഹി വാക്യ ചുൻകർ ലിഖേ. ശരിയായ സെൻറ്റൻസ് എടുത്തെഴുതാനാണ്. അപ്പോൾ നമുക്ക് ഒരു 5 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ചാർലി ഗീത് ഗാനി ലഗേ. അപ്പോൾ അതല്ല, ചാർലി ഗീത് ഗാനേ ലഗ. എന്താണ് അടുത്ത്? ചാർലി ഗീത് ഗാനേ ലഗേ. ചാർലി ഗീത് ഗാനേ ലഗി. ആൻസർ ചാർലി ഗീത് ഗാനേ ലഗ. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെയാണ് ശരിയായത്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ പഹലെ മേ യേ പൈസേ ബട്ടോരൂങ്ക ऐसा किसने कहा. ഇത് ആരാണ് പറഞ്ഞത്? ആൻസർ ചാർലി. അടുത്ത ക്വസ്റ്റ്യൻ ഹോൾ ഹസി ഘർ മേ കൈസെ തബ്ദീൽ ഹോ ഗയാ. അത് പാസേജിൽ തന്നെയുണ്ട്, അത് എടുത്ത് എഴുതേ വേണ്ടുള്ളൂ. സ്റ്റേജ് पर पैसों की भौचार शुरू होने पर बच्चा चार्ली ने गाना रोक किया और घोषणा की कि पहले मैं ये पैसे बटोरूंगा और फिर गाऊंगा. इस बात ने हॉल को अस्सी घर में तब्दील कर दिया. ഇത് ആ പാസേജിലുണ്ട്, സെയിം ആണ്, അതെടുത്ത് എഴുതേ വേണ്ടുള്ളൂ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ ഇസ് പ്രസംഗിക്ക് ആധാർ പർ പട്കഥ കൈക്ക് ദൃശ്യ ലിഖേ. ഈ ഒരു
ഒരു സിറ്റുവേഷനെ നമ്മൾ പട്കഥ എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചാർലിയുടെ പാഠത്തിനെ പട്കഥയിലേക്ക് മാറ്റിയിട്ടില്ല. നമ്മൾ കൂടുതലും ബീർബഹുട്ടി അതുപോലെ അയാം കലാം ഈ പാഠമാണ് നമ്മൾ പട്കഥ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ പട്കഥ ഉറപ്പായിട്ടും പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ പട്കഥയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുമുണ്ടാവും. അപ്പോൾ അത് കിട്ടിയിട്ടുള്ളവർ എന്നെ അറിയിക്കുക. അപ്പോൾ എന്താണ്, ആദ്യം ദൃശ്യം എഴുതുക, ഇതെവിടെയാണ് ദൃശ്യം എഴുതുക, എന്നിട്ട് ഇതെവിടെയാണ് നടന്നത്, സ്ഥാൻ, സംഗീത കാര്യക്രമം കേക്ക് ഹോൾമേം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ഥാൻ എന്നുള്ളിടത്ത് വേണമെങ്കിൽ ലെന്തൻ ഹോൾ എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ വെറും ഹോൾ എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്തത് സമയ്, ശ്യാംകോ 7 ബജെ, ഇഷ്ടമുള്ളൊരു സമയം കൊടുക്കാം നിങ്ങൾക്ക്. സമയം തെറ്റിയാലൊന്നും ഒരു പ്രശ്നമില്ല. സമയം എന്നുള്ളടത്ത് ഏതെങ്കിലും ഒരു സമയം കൊടുക്കാം. ഇനി പാത്ര, ഇതിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? 1 ചാർലി. ഇനി ചാർലിൻ്റെ വയസ്സ് കരീബ് 5 സാൽ. പിന്നെ അവൻ്റെ വേഷഭൂഷ എന്ന് പറഞ്ഞിട്ട് പത്ലൂൺ ഔർ ഖമീസ് രഹന, അങ്ങനെ എന്തെങ്കിലും എഴുതാം. പിന്നെ അടുത്ത് രണ്ടാമത്തെ കഥാപാത്രം ചാർലിക്ക് മാം, ആയു 40 വയസ്സ്. പിന്നെ ഒരു ഗൗണാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊന്നും എഴുതിയും കുഴപ്പമില്ല. അവരെ പാത്രം എഴുതിയിട്ട് ചാർലി, അതുപോലെ ചാർലിക്ക് മാം എന്ന് കൊടുക്കാം. ഇനി ആയു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വയസ്സ് കൊടുക്കാം, ആയു എന്ന് പറഞ്ഞിട്ട് ഇത്ര കൊടുക്കാം. അടുത്ത കഥാപാത്രം മാനേജറാണ്, 50 വയസ്സ്. പത്ലൂൺ ഔർ ഖമീസ് രഹന, മുണ്ടും ഒരു ജുബയും ഇട്ടിട്ടുണ്ട്. അടുത്തത് പത്ലൂൺ പറഞ്ഞാൽ പാൻറ്റാണ് കേട്ടോ, പാൻറ്റും ഒരു ഖമീസ് ഒരു ജുബയും ഇട്ടിട്ടുണ്ട്. അടുത്തത് 4ാമത്തെ ആള് ഹോൾ ബർമേ ദർശക് ഷോർ മച്ച. പിന്നെയുള്ളത് ആളുകൾ ആരാണ്? അടുത്ത കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് കാണികൾ, അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റിൽ ചാർലി സ്റ്റേജ് पर अकेले खड़े हैं, ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഏക്ക് കോനേമേ മാനേജർ ബി, ഒരു മുക്കിലായിട്ട് മാനേജർ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ദൃശ്യം എന്നുള്ളിടത്ത് എഴുതേണ്ടത്. ഇനി നമുക്ക് സംവാദം എഴുതാം. സംവാദമുള്ളിടത്ത് ചാർലി, പ്യാരെ ശ്രോതാവും മേം ആപ്കെ സാമനെ ഏക്ക് ഗീത് പ്രസ്തുത് കർണ ചാഹത്താ ഹൂം. ചാർലി പറയാണ് ആൾക്കാരോട്, അതായത് മൈക്കിൽ പറയാണ്, പ്രിയപ്പെട്ട കാണികളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദർശക് പറയാണ് സമവേദ് സ്വർമേ, ഒരുമിച്ച് പറയാണ് സുനാവോ, പാടൂ. അപ്പോൾ സ്റ്റേജ് पर यह मेरा पहला अनुभव है, आप मेरी സഹായത കീജിയെ. ചാർലി പറയാണ്, എനിക്ക് സ്റ്റേജിൽ ഇത് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ വീണ്ടും കാണികൾ പറയാണ് ടീക്കേ സുനാവോ, ഓക്കെ പാടൂ. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കാം ചാർലി ഗീത് ഗാനെ ലേത്താ ഹേ, ദർശക് ദോഡാ സ ശാന്ത് ഹോത്താ ഹേ. ചാർലി പാട്ട് പാടുന്നു, ആളുകൾ ശാന്തരാകുന്നു. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പട്കഥ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിന് സമവേദ സ്വരം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് എന്നാണ് കേട്ടോ. കീജിയേക എന്ന് പറഞ്ഞാൽ സഹായിച്ചേക്കണേ. ഓക്കെ, ഇനി നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതും എളുപ്പമാണ്. ചാപ്ലിൻ സ്മൃതി മഞ്ജ് के नेतृत्व में 16 अप्रैल 2021 को चैपलिन दिवस पर दिल्ली खरोला बाग में सर्कस फिल्म का समकालीन महत्व विषय पर संगोष्ठी होने वाली है, इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ. ഇത് നിങ്ങൾ ഈ സെൻറ്റൻസ് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാർലി സ്മൃതി എന്നൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എവിടെയാണ് സ്ഥലം? ദില്ലി ഖരോൽ ബാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ദിവസം ഏപ്രിൽ 16, 2021. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ എന്താ നടക്കാൻ പോകുന്നത്? സങ്കോഷ്ഠിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റർ സിമ്പിളായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കൂ, മുകളിലായിട്ട് ചാപ്ലിൻ സ്മൃതി മഞ്ജ് നയി ദില്ലി ചാപ്ലിൻ ദിവസ്, എന്നിട്ട് ബ്രാക്കറ്റിൽ 16 अप्रैल 2021 पर शाम को 5 बजे खरोल बाग के चौधरी भवन में संगोष्ठी का आयोजन करता है. विषय सर्कस फिल्म का समकालीन महत्व, ഉദ്ഘാടൻ ബിഹാരി ലാൽ ഗുപ്ത് IM. അതൊന്നും നിങ്ങൾക്ക് ഉദ്ഘാടനമുള്ളടത്ത് നിങ്ങൾക്ക് വേറെ ആൾക്കാരൊക്കെ പേര് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നരേന്ദ്രമോദിന്നോ അങ്ങനെയൊക്കെ കൊടുക്കാം. സർക്കസ് ഫിലിം കാ പ്രദർശൻ ബി ഹോന, എന്നിട്ട് സർക്കസ് എന്ന ഫിലിമിൻ്റെ പ്രദർശനം ഉണ്ടാവും. സബ്കാ സ്വാഗത് സംയോജക്. ഇതിലിപ്പോൾ നിങ്ങൾക്കിത് ടഫാണ് എന്നെങ്കിൽ ഇത് മാറ്റിയിട്ട് എഴുതാം. എന്ത്? ചാർലി സ്മൃതി സമിതി, പിന്നെ സ്ഥാൻ, അതുപോലെ സ്ഥാൻ എന്നുള്ളടത്ത് കരോൾ ബാഗ് കെ ചൗധരി ഭവൻ, എന്നിട്ട് സങ്കോഷ്ഠി, പിന്നെ ഫിലിം പ്രദർശനമൊക്കെ കൊടുക്കുക. അപ്പോൾ പോസ്റ്റർ നിങ്ങൾ മുന്നേ പഠിച്ച രീതിയിൽ തന്നെ എഴുതുക. അടുത്തത് ഠാക്കൂർ കാ കുആ എന്നുള്ള പാഠത്തിലെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി വേണമെന്നുള്ളവർ ഇതൊന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 23ാമത്തെ ക്വസ്റ്റ്യൻ
അതിൻ്റെ ആൻസർ നിമ്ന ജാതി കെ ലോകാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഠാക്കൂർ കെ കുവൈം കെ എന്നാണ്. 25ാമത്തെ ഒരു എന്താണ് സാമാജിക വ്യവസ്ഥയെ കുറിച്ചിട്ട് പറയാനുള്ളതാണ്. അടുത്തത് പാഠം ബസന്ത് മേരെ ഗാവുക്ക് എന്നതിലാണ്. അതും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരാത്തതുകൊണ്ട് അത് അധികമായിട്ട് ഞാൻ പറയുന്നില്ല. 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബച്ചോംക എന്നാണ്. 27ാമത്തെ ആൻസർ സാമൂഹിക ഭോജമ്മേ बड़ों की भूमिका केवल सलाह देना मात्र होती है, बाकी सारे काम बच्चे करते हैं. 28ാമത്തെ റപ്പട്ടാണ്. റപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ട്, സമാചാർ റിപ്പോർട്ടാണ്. ഫൂൽദേയി ക ത്യോഹാർ മനായ ഗയ. ഫൂൽദേയി എന്ന ആഘോഷം ആഘോഷിച്ചു, അതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ അല്ലാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഫുള്ള് പറയുന്നില്ല. അടുത്ത പാഠം ദിശാഹീൻ ദിശ, അതും ഫോക്കസ് ഏരിയ അല്ല. അതിൽ 29ാമത്തെ ആൻസർ ബൂഡെ മല്ലാഹ് എന്നാണ്. 30ാമത്തെ ആൻസർ യഹാം ഗാലിബ് കി ചീസ് കാ മത്ലബ് ഹേ ഗാലിബ് കി ഗസൽ. 31ാമത്തെ ആൻസർ ഭോപ്പാൽ സ്റ്റേഷൻ പർ എന്താണ് 31ാമത്തെ ലെറ്ററാണ്. അപ്പോൾ അതും വിശദീകരിക്കുന്നില്ല, നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ടീച്ചറെ ഈ ഒരു ഭാഗം ഒന്നും കൂടി ക്ലിയർ ആക്കി തരാമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചോദിക്കുക, ഞാൻ അതിൻ്റെ ഒന്നുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമുണ്ടായില്ല എങ്കിലും അടുത്ത പരീക്ഷ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ ആയിരിക്കും. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ആവാറും. മോഡൽ കുറച്ച് ടഫായാൽ നിങ്ങളുടെ പബ്ലിക് എക്സാം വളരെ ഈസി ആവും. പിന്നെ ഇതിൽ നിങ്ങൾ മുന്നേ പഠിച്ച ഒരു മോഡലൊക്കെ വെച്ച് എഴുതാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇല്ലേ. ഡയറി എഴുതേണ്ട മോഡലും, ലെറ്റർ എഴുതേണ്ട മോഡലും, റപ്പട്ട് എഴുതേണ്ട മോഡലും, അതുപോലെ വാർത്താലാപം എഴുതേണ്ട മോഡലും, പട്കഥ എഴുതേണ്ട മോഡലൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്.